ഹലോ ഗായ്സ്, നമ്മളിന്ന് മാമർത്തിൻ്റെ ഫേഷ്യൽ കിറ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ പോവാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഫേഷ്യൽ കിറ്റ് വീട്ടിൽ ട്രൈ ചെയ്യണത്. നമുക്കിത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൽ 6 ട്യൂബ്സാണ് കാണുക കേട്ടോ. ഇതിലൊരു 6 സ്റ്റെപ്സും വരുന്നുണ്ട് കേട്ടോ. ഇത് സ്റ്റെപ്പ് 1, ഇത് ക്ലൻസിങ് മിൽക്കാണ്. അടുത്തത് ഫേസ് സ്ക്രബ്ബ്, അടുത്ത സൂത്തൻ ജെല്ല്, ദെൻ മസാജ് ക്രീം, ഫേസ് മാസ്ക്, ഗ്ലോ ക്രീം. ഇങ്ങനത്തെ ഒരു 6 ട്യൂബ്സാണ് ഇതിൽ വരുന്നത് കേട്ടോ. നമുക്ക് ഫസ്റ്റത്തെ ട്രൈ ചെയ്യാം. ഫസ്റ്റത്തെ ക്ലൻസിങ് മിൽക്കാണ്. ഞാൻ പാക്കറ്റൊന്നും പൊട്ടിച്ചിട്ടില്ല, ആദ്യമായിട്ടാണ് യൂസ് ചെയ്യണത്. അത് നല്ലൊരു ക്രീമി ടെക്സ്ചറാണ് കേട്ടോ. പിന്നെ ഇത് നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ. അത് അപ്ലൈ ചെയ്യാൻ നല്ല ഈസി ആയിരിക്കും. ഇത് ജസ്റ്റ് ഒന്ന് ഫേസിലൊക്കെ ഒന്ന് വെറുതെ അപ്ലൈ ചെയ്യുക. നമുക്ക് ഈ ഒരു കിറ്റ് നമുക്കൊരു 3 ടൈംസൊക്കെ യൂസ് ചെയ്യാനുള്ളത് ഉണ്ടാവും കേട്ടോ. ഓക്കെ, ഇതിലിത് ആ സ്റ്റെപ്സൊക്കെ എഴുതിയിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യണം, സ്റ്റെപ്സ് ആൻഡ് ഡയറക്ഷൻസൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമുക്കൊന്ന് ചെയ്യാം. ഇത് ജസ്റ്റ് ഫേസിലൊന്ന് അപ്ലൈ ചെയ്യുക. നമ്മുടെ ഫേസിലും നെക്കിലും എല്ലായിടത്തും ഒരേപോലെ നന്നായിട്ട് അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഒരു കോട്ടൺ വെച്ചിട്ട് ജസ്റ്റ് മുഖത്തൊന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതാ നമ്മുടെ ഫേസിലുള്ള എല്ലാ അഴുക്കും ഇങ്ങനെ ഇളകി പോരുന്നതായിട്ട് കാണാൻ പറ്റും. നല്ല അഴുക്കുണ്ട് ഗായ്സ്. എൻ്റെ ഫേസിൽ അഴുക്കാണ് കേട്ടോ ഗായ്സ് ഈ കാണുന്നത്. ഓക്കെ, നമുക്ക് ഫേസ് ഒന്ന് ജസ്റ്റ് ഒന്ന് റിൻസ് ചെയ്തിട്ടുണ്ട്. വെറുതെ ഒന്ന് വെള്ളത്തിൽ കഴുകിയിട്ട് വെറുതെ ഒന്ന് കോട്ടൺ വെച്ച് ഒപ്പി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെക്കൻഡ് സ്റ്റെപ്പ് സ്ക്രബ്ബറാണ് കേട്ടോ. ഫേസിലത്തെ സ്ക്രബ്ബറാണ്. ഇതിൻ്റെ ടെക്സ്ചർ കുറച്ച് തിക്കാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇതിൽ വെള്ളം അങ്ങനെ ചേർക്കണം എന്ന് തോന്നുന്നു. പക്ഷെ ഇത് ഭയങ്കര തിക്കായതുകൊണ്ട് നമുക്ക് ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കുറച്ചും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 2 to 3 മിനിറ്റ്സ് ഒന്ന് സ്ക്രബ് ചെയ്യുക ഫേസിലും നെക്കിലും. അങ്ങനെ നമ്മുടെ അഴുക്കൊക്കെ ഉള്ളതുണ്ടെന്ന് വിചാരിക്കുന്ന എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യുക. എന്നിട്ട് ഒന്ന് വെറുതെ ഒന്ന് ഒപ്പി കൊടുക്കുക കേട്ടോ. നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത് സൂത്തിങ് ജെല്ലാണ്. ഇതൊരു മസാജിങ് ജെല്ലാണ്. ഇത് നല്ല ടെക്സ്ചറാണ് കേട്ടോ. ഇതൊന്ന് മുഖത്ത് അപ്ലൈ ചെയ്തിട്ടൊരു 2 മിനിറ്റൊക്കെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ മസാജ് ചെയ്യുക. അത് പെട്ടെന്ന് നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബായി പോകും കേട്ടോ. ഓക്കെ, നന്നായിട്ട് അബ്സോർബ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത് നമ്മുടെ മസാജ് ക്രീമാണ്. ഇതിൻ്റെ ഒരു നല്ല ടെക്സ്ചറാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇത് ഫേസിലും നെക്കിലും ഫുള്ള് നമുക്കൊന്ന് അപ്ലൈ ചെയ്തിട്ട് ഒരു 5 to 10 മിനിറ്റ്സ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഇത് എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇതൊക്കെ മസാജ് ചെയ്യണത്. ഇങ്ങനെയൊന്നും അല്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ നിങ്ങൾക്ക് അറിയണ പോലെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് അതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുക. തുണി ഒന്ന് നനച്ചിട്ട് വെറുതെ ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫേസ് മാസ്ക് ആണ് കേട്ടോ. ഇതും ഒരു ഭയങ്കര തിക്ക് കൺസിസ്റ്റൻസി പോലെ ഉണ്ട്. ഇത് നല്ല തിക്ക് കൺസിസ്റ്റൻസിയാണ് കേട്ടോ. അപ്പോൾ അപ്ലൈ ചെയ്യാൻ ഇത് പോരാൻ തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി എടുത്തിരുന്നു കേട്ടോ അപ്ലൈ ചെയ്യാനായിട്ട്. ഇത് ഫേസിൽ കംപ്ലീറ്റായിട്ട് കണ്ണൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ബാക്കി എല്ലായിടത്തും നന്നായിട്ട് അപ്ലൈ ചെയ്തിടുക. ഇതൊരു 15 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യണം കേട്ടോ. നന്നായിട്ട് ഡ്രൈ ആയി വലിഞ്ഞ് വരും. അതിന് ശേഷം മാത്രം ഫേസ് ഒന്ന് വാഷ് ചെയ്യുക കേട്ടോ. നന്നായിട്ട് അപ്ലൈ ചെയ്യുക എല്ലായിടത്തും. നമുക്ക് ഈ ഫേഷ്യൽ ചെയ്തിട്ടൊരു 4 ഡേയ്സൊക്കെ ഇതിൻ്റെ ഗ്ലോ നന്നായിട്ട് നിൽക്കും കേട്ടോ. ഇവിടെയൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ ഒരു വലിഞ്ഞിട്ടുള്ളൊരു ഫീലുണ്ട്. അതിനുശേഷം ഫേസ് ഒന്ന് ഞാൻ വാഷ് ചെയ്ത് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ഒരു സോഫ്റ്റ് ഉണ്ട് കേട്ടോ. ഓക്കെ, അടുത്തതൊരു ഗ്ലോ ക്രീമാണ് വരുന്നത്. ഇത് ലാസ്റ്റ് സ്റ്റെപ്പാണ് കേട്ടോ. അതൊരു ഗ്ലോ ക്രീമാണ്. ഇത് ഫിംഗർ ടിപ്പിൽ ഒന്ന് എടുത്തിട്ട് നന്നായിട്ട് ഫേസിൽ ഒന്ന് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഇത് പിന്നെ വാഷ് ഔട്ട് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല കേട്ടോ. അത് നന്നായിട്ട് ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നമ്മുടെ ഫേഷ്യലിങ് കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് കുറച്ചും കൂടി ഒരു ഫ്രഷ് ലുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ലാസ്റ്റായിട്ട്
ഞാൻ കുറച്ച് വാസ്ലിനാണ് അത് ഞാൻ ഈ ലിപ്പിലൊന്ന് അപ്ലൈ ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ.